മിസ്റ്റർ അശ്വന്ത് ഘോഷ് അദ്ദേഹത്തിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഈ തൊഴിൽ ഉപേക്ഷിച്ച് വേറെ വല്ലതും. സ്വാഭാവികമായിട്ടും എനിക്കും പോയി തല്ല് കൊടുക്കണമെന്ന് തോന്നിയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. തിരുത്തി പറയിപ്പിക്കും. തെറ്റ് പറ്റി എന്നുള്ളൊരു സമ്മതപത്രം അയാൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഇടണം. വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലേക്ക് പോയാൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിന് ഏതറ്റം വരെ പോകാനും സിയാദ് ഖോക്കർ എന്ന പ്രൊഡ്യൂസർ ഫെഫ്കയിലെ തൊഴിലാളികളുടെ വരെയും ഇതിനെതിരായിട്ട് ഭീഷണിയുടെ സ്വരമെങ്കിൽ ഭീഷണിയുടെ സ്വരം എന്ന് ആവർത്തിച്ച് പറയുന്നു. എന്തിനും തയ്യാറായിട്ടിരിക്കുന്ന സിയാദ് ഖോക്കറിന്റെ ഈ യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഒരു സിനിമ ഇറങ്ങി, മാരിവില്ലും ഗോപുരം. ആ സിനിമ നല്ല അഭിപ്രായമായി തിയേറ്ററുകൾ ആളുകൾ കാണുന്നു, ഫാമിലി സഹിതം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസമാണ് അശ്വന്ത് ഘോഷ് എന്ന കോമാളി, ഞാൻ കൃത്യമായിട്ട് കോമാളി എന്ന് തന്നെ പറയും, കാരണം അദ്ദേഹത്തിന് വലിയ പോരാട്ടം നടത്തിയ ഒരു വ്യക്തിയാണ്. അന്നൊന്നും ആരും എൻ്റെ കൂടെ കൂടിയില്ല, അവരൊക്കെ എനിക്കെതിരെ കമൻറ്റുകളിട്ട് ആസ്വദിച്ച് സന്തോഷം നടന്നവരുണ്ട്. മാരിവില്ലും ഗോപുരം സിനിമ ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു റിവ്യൂ ഉണ്ട്. ആ റിവ്യൂ പറയുമ്പോൾ നമ്മളൊന്നും എന്നും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മ്യൂസിക് വിദ്യാസാഗറിനെ കുറിച്ച് വരെ വളരെ മോശമായിട്ട് പറഞ്ഞു. സിയാദ് ഖോക്കർ, അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ സിനിമയുടെ നിർമ്മാതാവ്. കോക്കേഴ്സ് ഫിലിം എത്രയെത്ര നല്ല സിനിമകൾ നൽകി. ആ സിനിമയ്ക്കെതിരെ ഇത്ര നെഗറ്റീവ് പറയുകയും പിന്നീട് അദ്ദേഹത്തിന് തന്നെ സ്വയം തോന്നി അത് പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സത്യങ്ങൾ എന്താണ്? അദ്ദേഹത്തിന് ഈ റിവ്യൂ പറയാൻ വേണ്ടി ആരാണ് സമീപിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. അശ്വന്ത് ഘോഷ് തന്നെ വ്യക്തമാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രമാത്രം ഒരു സിനിമയെ കൊല്ലുന്ന നിലയിൽ അദ്ദേഹത്തെ ഓരോ ആളുകളെയും വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലാണ് റിവ്യൂ പറയുന്നത്. എന്നാൽ ചില സിനിമകൾ അദ്ദേഹം നല്ല അഭിപ്രായം പറയുന്നു. അദ്ദേഹം മോശം അഭിപ്രായം പറഞ്ഞ സിനിമകൾ ഗംഭീരമായി ഓടിയ ചരിത്രവുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സിയാദ് ഖോക്കറാണ്, കോക്കേഴ്സ് ഫിലിമിൻ്റെ ഓണർ സിയാദ് ഖോക്കർ നമ്മോടൊപ്പം ചേർന്നു. സിയാദ് ഖാ, നമസ്കാരം. നമസ്കാരം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ അഭിപ്രായം വരുന്നു. നമ്മൾ ആ സിനിമ കാണുകയും നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ സിനിമ വേറെ രീതിക്കാണ് ചിത്രീകരിച്ചിരുന്നത്. നല്ല നല്ല പാട്ടുകൾ, എന്നും പാട്ടിനെ ഇഷ്ടപ്പെടുന്ന സിയാദ് ഖാ നല്ല പാട്ടുകൾ കൊണ്ടുവരിക്കുന്നു. അശ്വന്ത് ഘോഷ് വളരെ മോശമായിട്ട് റിവ്യൂ ചെയ്തു. അതിനുശേഷം അദ്ദേഹം പിൻവലിക്കുന്നു. സിയാദ് ഖാ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടം വെച്ച് അവസാനിക്കുന്നില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം പിൻവലിച്ചു എന്ന് പറയണ ഒരു ഇതിനോട് എനിക്ക് യോജിപ്പില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കേണ്ടവർ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ റിവ്യൂസ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങൾ പറയുന്നവർക്ക് വ്യൂവർഷിപ്പ് കൂടും. അത് എനിക്കറിയാവുന്നൊരു സത്യമാണ്. ഇദ്ദേഹത്തിനെ പറ്റി, യശ്വന്ത് ഘോഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ പറ്റി ഞാൻ വളരെ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അറിവിലുള്ള കാര്യമാണ്. പക്ഷേ അപ്രതീക്ഷിതമായത്, അതായത് സിനിമ റിലീസ് ചെയ്ത് വെരി നെക്സ്റ്റ് ഡേ ഇതിലെ സംവിധായകനടക്കം, ഹീറോ അടക്കം, സ്ത്രീകളെ അടക്കമുള്ള കാര്യങ്ങൾ എൻ്റെ മകളുടെ പേര് തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷനെ പറ്റി വളരെ മോശമായ രീതിയിൽ, അതായത് സിനിമക്കൊരു വാല്യൂ ഉണ്ട്, ഏത് സിനിമക്കാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഉണ്ട്. ഈ അഭിപ്രായങ്ങൾ പറയാം. തീർച്ചയായിട്ടും നമ്മളെടുക്കുന്ന സിനിമകൾ 100% എല്ലാവരും അഭിപ്രായം പറഞ്ഞുകൊള്ളണം, നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞുകൊള്ളണം എന്നുള്ള ഞാൻ വിശ്വാസത്തിലല്ലോ ഉള്ള ആളല്ല ഞാൻ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കമൻസ് അതിൽ വന്നേക്കുന്നത് സിനിമയെപ്പറ്റിയല്ല. അതായത് സിനിമ നിർമ്മാതാവിനെയും അതിലെ അഭിനേതാക്കളെയും അതേമാതിരി അതിൻ്റെ ടെക്നീഷ്യൻസിനെയും മൊത്തം. ഏറ്റവും സങ്കടകരമായ കാര്യം, 1 മില്യൺ കവറേജ് കിട്ടിയ വിദ്യാസാഗറിൻ്റെ 2-3 സോങ്ങുകൾ ഇതിലുണ്ട്. അതുവരെയും അദ്ദേഹത്തിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടാണ് ഇദ്ദേഹം അവിടെ കമൻറ്റ് ഇട്ടേക്കുന്നത്. അതായത് സിനിമ നശിക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. എനിക്കത് കേട്ടതിന് ശേഷം, ഞാനത് കേട്ടിട്ടാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഹിയർസേ അല്ല, ആരും പറയണ കേട്ടിട്ട് സംസാരിക്കുന്ന ആളല്ല ഞാൻ. അപ്പം അദ്ദേഹം അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ സിനിമ ഇഷ്ടപ്പെട്ട് കാണും. അതൊരു തെറ്റുതിരുത്തലായിരിക്കാം. പക്ഷേ ഈ യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല. എനിക്കത്രേ പറയാനുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്
ഒരു കാര്യമില്ലാതെ ആരുടെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു റിവ്യൂ, പേഴ്സണൽ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഇതേമാതിരി നീചമായ സ്ഥിതിയിൽ മിമിക്രി ആർട്ടിസ്റ്റ് മിമിക്രി ചെയ്യുന്ന മാതിരി ഒരു റിവ്യൂ ഇടൽ, ചിലപ്പോൾ അത് വ്യൂവർഷിപ്പിന് കിട്ടാൻ വേണ്ടിയാ, യൂട്യൂബിൽ നിന്നുള്ള ഉപജീവന മാർഗം കണ്ടെടുത്താൻ വേണ്ടിയായിരിക്കാം. പക്ഷേ ഒരാളുടെ ഒരു പ്രോഡക്റ്റിനെ നശിപ്പിക്കുന്ന രീതിയിലാക്കുവാനാണെങ്കിൽ അതിനതിൻ്റെ മാർഗങ്ങൾ എനിക്കും സ്വീകരിക്കാനുള്ള റൈറ്റുണ്ട്. ഞാനും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ജനാധിപത്യത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ അത് പ്രതികരിക്കാനുള്ള ശക്തിയും കാര്യങ്ങളും ഒക്കെ എനിക്കുമുണ്ട്. ഞാനത് കാരണം ഇത് ഇദ്ദേഹത്തിൻ്റെ പിന്മാറ്റമല്ല ഞാൻ ഇതിൽ വിലയിരുത്തുന്നത്. ഇതിൽ വിലയിരുത്തുന്നത് ഞാൻ ഇദ്ദേഹത്തിന് ഇനിയും സമയമുണ്ട്. ഈ സിനിമ കണ്ട് വ്യക്തമായിട്ട് ഒരു അഭിപ്രായം, സിനിമയുടെ ആയിട്ടുള്ള അഭിപ്രായം അദ്ദേഹം പറയണം. അല്ലെങ്കിൽ 10 ഓഡിയൻസിനോട് ചോദിച്ചുള്ള അഭിപ്രായം പറയണം. എനിക്ക് വളരെ സന്തോഷവാനാണ് ഞാനിപ്പം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ എറണാകുളം സിറ്റിയിലുള്ള മെജോറിറ്റി തിയേറ്റേഴ്സും ഫുള്ളാണ്. ഇതൊരു ഗിമിക്സ് കാണിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ കാണിച്ചുകൊണ്ടുള്ള ആൾക്കാരെ കയറ്റിക്കൊണ്ടുള്ള ഒരു പ്രവണത ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം അത് യാഥാർത്ഥ്യമാണ്. അത് സിനിമ എൻജോയ് ചെയ്യുന്നുണ്ട്. ഫാമിലികൾ വളരെയധികം ആകർഷകരാകുന്നുണ്ട്. ഇതിൽ ഈ മാരിവില്യം ഗോപുരങ്ങൾ എന്ന് പറയുന്ന സിനിമ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പബ്ലിസിറ്റി കാര്യങ്ങളെല്ലാം കൊണ്ട്. ഇതൊരു കട്ടപ്പാട് ഉള്ള, അതായത് ഒരു വളരെ അധികം ആൾക്കാരുടെ പ്രയത്നമാണ് ഒരു സിനിമ എന്നുള്ളത്. ഒരുപക്ഷെ എൻ്റെ ടീമിലെ ഈ പറഞ്ഞ എൻ്റെ കൂടെ ദിവസവേതനത്തിന് ഫെഫ്കയിലെ തൊഴിലാളികളിൽ വരെയും ഇതിന് എഗൻസ്റ്റായിട്ട് ചിലപ്പം റിയാക്ട് ചെയ്തിരിക്കും. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ബിക്കോസ് അവർക്ക് 40 ദിവസത്തോളം ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും 100 ചില്ലാനം ആൾക്കാരുടെ 40 ദിവസത്തെ ശമ്പളവും അവരുടെ ഭക്ഷണവും കാര്യങ്ങളും കൊടുത്തതിന് നന്ദി സൂചകമായിട്ട് അവർ തീർച്ചയായിട്ടും ഈ സിനിമയെ ഇഷ്ടപ്പെട്ടിട്ട് അവരെന്തെങ്കിലും പ്രകോപനപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യമല്ല എന്ന് പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ അത് ഞാൻ കമ്മീഷണർ ഓഫീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ വിധിപ്പകർപ്പ് പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട കമ്മീഷണറുടെ അടുത്താണ്. അതുവരെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെരി നെക്സ്റ്റ് ഡേ തന്നെ, ശനിയാഴ്ച തന്നെ ഞാൻ അതിൻ്റെ കംപ്ലയിൻറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതറ്റം വരെയും പോയാലും ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ട മിസ്റ്റർ അശ്വന്ത് ഘോഷ്, അദ്ദേഹത്തിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഈ തൊഴിൽ ഉപേക്ഷിച്ച് വേറെ വല്ല ഇതിലേക്ക് പോകാനാണ് നല്ലത്. ബിക്കോസ് കാശുണ്ടാക്കാൻ പല മാർഗങ്ങളുമുണ്ട്, പ്രശസ്തി നേടാനും പല മാർഗങ്ങളുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ തനിനിറം പത്രം എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു, ഗീതാ പത്രം എന്ന് പറഞ്ഞ പത്രങ്ങളുണ്ടായിരുന്നു. അതിലെ കണ്ടൻസ് അന്ന് ഈ ഞാൻ ചെറുപ്പം ആയതുകൊണ്ടിട്ട് ഞാൻ അതിൽ വരുന്ന വാർത്തകൾ എന്നെപ്പോലുള്ള ചെറുപ്പക്കാർ വളരെയധികം വായിച്ചിരുന്നു. ബിക്കോസ് അതിലൊക്കെ സെക്സ് ഓറിയൻറ്റഡ് കണ്ടൻസ് ഉണ്ടായിരുന്നു. തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല. അപ്പോൾ അങ്ങനെ ആസ്വദിക്കുന്ന ഒരു ആസ്വാദകരെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾ വിരമിക്കേണ്ടി വരും. യാതൊരു സംശയവും വേണ്ട. ഞാനിത് എൻ്റെ മാരിവില്യം ഗോപുരങ്ങൾ എൻ്റെ മകൾ നിർമ്മിച്ച ഈ സിനിമയെപ്പറ്റി മാത്രമല്ല സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഹോൾ മലയാളം ഇൻഡസ്ട്രീന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ആ സംഘടനകളെല്ലാം തന്നെ ഹൈക്കോർട്ടിൽ നിങ്ങൾക്കെതിരായി മൂവ് ചെയ്തിരിക്കുന്ന ഇതിൽ കക്ഷി ചേർന്നിട്ടുണ്ടെങ്കിലും അത് പോരാ എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലത്തിന് ബലം തന്നെ കാണിക്കണം. അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ കക്ഷി ചേർന്നുകൊണ്ടിട്ടോ ഒരു കേസ് നടത്തിക്കൊണ്ടോ അതൊരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാകില്ല. ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർഗങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒരു മാർഗം തേടുമ്പോഴത്തേക്ക് എന്നെ ജയിലിലടക്കാം. ഞാൻ ക്രിമിനൽ ഒരു ഇതിൽ പശ്ചാത്തലത്തിലായിരിക്കും ചെയ്യണത്. പക്ഷേ അങ്ങനെ ആയാലും നമുക്ക് ബെയിലബിളാണ്. അപ്പോൾ അത് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിസ്റ്റർ അശ്വന്ത് ഘോഷ് എന്ന് പറയുന്ന ആൾ പല സിനിമകളെ, ഒരു ദിവസം ഓടാത്ത സിനിമകളെ വരെയും വലിയ രീതിയിൽ പ്രശംസിച്ച് പറഞ്ഞിട്ടുള്ള അനുഭവം ഇതിൽ തന്നെ എനിക്കെന്നെ അറിയാവുന്നത്. അതെന്തുകൊണ്ടിട്ടാണ്, ആരുടെ പ്രേരണയാണ്? ഹൈദരാലി ചോദിച്ച മാതിരി തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ആരുടെ പ്രേരണ, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് സ്വന്തം കുടുംബം നടത്താനാണോ? അല്ലെങ്കിൽ കുറച്ച് വൃത്തികെട്ട വർത്തമാനം പറഞ്ഞിട്ട് ആൾക്കാരെ ആകർഷിക്കാനാണോ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? സിനിമയെപ്പറ്റി വിലയിരുത്താനുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് വ്യക്തമാക്കണം. തീർച്ചയായിട്ടും വ്യക്തമാക്കണം. നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടോ ഒരു യൂട്യൂബ് പോസ്റ്റ് ഇട്ടുകൊണ്ടോ ഒന്നും സിനിമയെ ബാധിക്കില്ല. നല്ല സിനിമയാണെങ്കിൽ ഓടിയിരിക്കും.
യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. അശ്വന്ത് ഗോഖിനെ ഒരു കമൻറ്റിനെ ആശ്രയിച്ചാണ് മലയാള സിനിമ പോകുന്നതെങ്കിൽ നിങ്ങൾ വരിക, നിങ്ങൾ എന്നെ സിനിമ പഠിപ്പിക്കണം. എന്നെ സിനിമ പഠിപ്പിച്ചിട്ട് എങ്ങനെയാണ് സിനിമ എടുക്കേണ്ടത്. ഇത്രയും കൊല്ലം 45-50 കൊല്ലത്തോളം ഞാൻ സിനിമാ വ്യവസായത്തിൽ നിന്നുകൊണ്ടും സിനിമ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തിരുത്താൻ, നിങ്ങൾക്ക് തെറ്റ് തിരുത്തി കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വന്ന് കണ്ട് എന്നോട് ഇങ്ങനെയല്ല സിനിമ എടുക്കേണ്ടത്, നിങ്ങൾ ഇത്രയും കൊല്ലം എടുത്ത സിനിമകളൊക്കെ ഇങ്ങനെയല്ല എടുക്കേണ്ടിയിരുന്നത്, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്ലാസ് എടുക്കൂ. ആ ക്ലാസ്സിൽ ഞാൻ കൺവിൻസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തെറ്റ് തിരുത്തും, എൻ്റെ മക്കളെ തിരുത്തിപ്പിക്കും. പക്ഷെ അതിന് പകരം ഇങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംഭവം ആണ് നിങ്ങൾ ചെയ്യണേ ഉദ്ദേശിക്കണമെങ്കിൽ അത് എന്നെപ്പോലുള്ള തൻ്റെ ഇടമുള്ള ഭാഷ മാറിപ്പോകും ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഉറപ്പുള്ള ആൾക്കാരുടെ അടുത്ത് കളിച്ചു നോക്കണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാതിരി കുറേ കേസുകളും കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള വിധത്തിൽ നിങ്ങൾ ആൾക്കാരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, അവിടെ ഒതുങ്ങിപ്പോകുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രതിഫലം തന്നുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഏത് രീതിയിൽ എടുക്കാം, വെല്ലുവിളിയായിട്ട് എടുക്കാം, ഇല്ല നിങ്ങൾക്ക് എന്നെ സിനിമ പഠിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് എടുക്കാം. നിങ്ങൾ സിനിമ പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ എടുത്തിട്ട് ഞാൻ വലിയ സാമ്പത്തികമായിട്ട് വലിയ ഗണത്തിൽ എത്തിച്ചേരുന്ന ഒരു പ്രൊഡ്യൂസർ ആക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കാം. അതിന് പകരം സിനിമയെ മൊത്തത്തിൽ ഒരുമാതിരി നികൃഷ്ടമായ രീതിയിൽ ചെയ്യുന്നത് അത് ആണുങ്ങളോടുള്ള കളി അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മിസ്റ്റർ അശ്വന്ത് ഘോഷ്. തീർച്ചയായിട്ടും ഇപ്പോൾ സിയാദ് ഖാ പറഞ്ഞൊരു കാര്യം, വെല്ലുവിളിയാണെങ്കിൽ വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാം, ഏത് രീതിക്കും ഏറ്റെടുക്കാമെന്ന് സിയാദ് ഖാ പറയുന്നത് അതൊരു തൻ്റെ ഇടമുള്ള ഒരു നിർമ്മാതാവാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട് സിയാദ് ഖാ, പല നിർമ്മാതാക്കളും, ഞാൻ ഓപ്പണായിട്ട് പറയാം, പല നിർമ്മാതാക്കളും ചില സിനിമയെ ഈ അശ്വന്ത് ഘോഷ് വലിയ രീതിയിൽ നല്ല രീതിക്ക് പറയും. ഇപ്പം സിയാദ് ഖാ പറഞ്ഞ പോയിന്റ് അതെടുത്ത് കട്ട് ചെയ്ത് ഈ അശ്വന്ത് ഘോഷിനെ പ്രൊമോട്ട് ചെയ്യുന്ന നിരവധി നിർമ്മാതാക്കൾ ഇവിടെയുണ്ട്. അവന് കൂട്ടു നിൽക്കുകയല്ലേ എന്നൊരു ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. അല്ല, തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഈ അശ്വന്ത് ഘോഷിൻ്റെ പ്രവൃത്തികളുടെ പിന്തുടരുന്നത് എൻ്റെ സിനിമയെ എനിക്ക് ബാധിക്കുന്ന വിധത്തിൽ വന്നതിന് ശേഷമാണ് പിന്തുടരുന്നത്. പല രഹസ്യങ്ങളും എനിക്കറിയാം, പല രഹസ്യങ്ങളും അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ ഇവരെ ഇയാളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇയാളുടെ ചെല്ലും ചെലപ്പിനും കൊടുക്കുന്നതിനെ പറ്റി എനിക്ക് നിങ്ങൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു സിനിമക്ക് ആ സിനിമ എന്താണെന്നറിയാം, എൻ്റെ സുഹൃത്ത് തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കട്ടിങ്സ് ഇട്ടിട്ടാണ് അതിൻ്റെ പ്രൊമോഷൻ നടത്തുന്നത്. മനസ്സിലായ? ഇതിലും ഭേദം മഞ്ഞപ്പത്രം നടത്തലല്ലേ? ആണത്തമുള്ളവരുടെ ഒരു പ്രവൃത്തിയല്ല അതാരായാലും ഞാൻ വിമർശിക്കുക മാത്രമല്ല, പൊതുവേദിയിൽ ഞാനത് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യും, അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഞാനിത് പറയുന്നത് എൻ്റെ സംഘടനകളെല്ലാം തന്നെ, ഞാൻ പ്രൊഡ്യൂസറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, എക്സിബിറ്റർ ആയിരുന്നു. പക്ഷേ ഇതിൽ മലയാള സിനിമയുടെ താല്പര്യം പരിഗണിച്ച് നിൽക്കുന്ന ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസ് അടക്കമുള്ളവർ ഇത് എൻ്റെ ഈ ഇൻ്റർവ്യൂ കേട്ടതിന് ശേഷം അവർ റിയാക്ട് ചെയ്യണം. എൻ്റെ തൊഴിലാളികളെന്ന് ഞാൻ പറയുള്ളൂ. സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന 10,000-കണക്കിന് ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, 1985 സിനിമ തുടങ്ങുന്നത്. അതുതൊട്ട് ഇന്ന് വരെയുള്ള എൻ്റെ സിനിമകളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ മുഴുവനും ഇതിനെതിരെ പ്രതികരിക്കും. അത് എൻ്റെ പ്രേരണയോ ഞാൻ കാശ് കൊടുത്ത് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അത് പ്രതികരിക്കും, യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ഈ സിനിമയിൽ വർക്ക് ചെയ്തിരുന്ന ടെക്നീഷ്യൻസ് മുമ്പോട്ട് വന്നിട്ടുണ്ട്, എൻ്റെ അടുത്ത് സമീപിച്ചിട്ടുണ്ട്. ഞാൻ അവരെയൊക്കെ തടുത്തു നിർത്തിക്കൊണ്ട് ഇത് ഞാൻ കൈകാര്യം ചെയ്യാം. ഇപ്പോൾ ഞാൻ ഉള്ളിൽ പൊക്കോട്ടെ, അവരെന്തിനാ ഒരു ദിവസത്തെ പണി കഴിഞ്ഞ് ജയിലിൽ കിടക്കേണ്ട കാര്യം? ഞാൻ മുമ്പോട്ട് ഇറങ്ങി, ഞാൻ ജയിലിൽ കിടക്കാൻ തന്നെ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അന്ത്യം വേണം. മലയാള സിനിമയ്ക്ക് ഒരു പ്രശ്നമല്ല, സ്വന്തം സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല. തീർച്ചയായിട്ടും എൻ്റെ ഈ മാരിവില്യം ഗോപുരങ്ങൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. ഇത് ഒരു നികൃഷ്ടമായ, എനിക്ക് ഇങ്ങനെ ഇത് കണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഓൺലൈനിലോ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള അശ്വന്ത് ഘോഷിൻ്റെ ഇതിലോ ഒന്നും ഞാൻ ഇതുവരെ പ്രതികരിക്കാനും പോയിട്ടില്ല. മറ്റുള്ള കാര്യങ്ങളിൽ അയാളുടെ രീതികളെ പറ്റി പഠിക്കാനായിട്ടോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്കിലോ മറ്റുള്ളതിലോ ഞാൻ പോയിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന്, എൻ്റെ സിനിമ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി കൊണ്ടുവരാം. അല്ലെങ്കിൽ എൻ്റെ മകളിപ്പോൾ ചെയ്തിരിക്കുന്ന സിനിമ എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും വൾഗറായിട്ടുള്ള ഒരു ഡയലോഗ് വരെ ആ സിനിമയിലില്ല. കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും മുമ്പിൽ, അല്ല ഞാനിതൊരു പ്രഹസനമായിട്ട് പറയുന്നതല്ല. ഇന്നലെ ലുലു മോളിലും ഒബ്രോണിലും വനിതാ വിനിതയിലും സവിതയിലും അതേമാതിരി തന്നെ മറ്റേ ഫോറം മോളിൽ ഏറ്റവും പുതിയതായിട്ട് തുടങ്ങിയ സെൻട്രൽ സ്ക്വയർ മോളിലും എല്ലാം തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പോയിട്ട് അവരുടെ റിയാക്ഷൻ മനസ്സിലാക്കിയതാണ്. എൻ്റെ പല ആൾക്കാരും അവിടെ പോയിരുന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ടും, എന്നാൽ അതിൽ വന്നേക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം പല യങ്സ്റ്റേഴ്സിൻ്റെ കമൻറ്റ് വന്നേക്കണത്, ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള പാരൻസ് ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേനെ എന്നുവരെ പറയുന്ന ഒരു ഇതിവൃത്തമാണ് അതിലുള്ളത്. അതിൻ്റെ കഥാമൂല്യം അത്രയും സ്ട്രോങ് ആണ്. അല്ലാതെ ഒരു സിനിമ എടുത്ത് കുറേ കാശുണ്ടാക്കാമെന്നുള്ളതിലല്ല. എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ സിനിമയെ മനസ്സിലാക്കുന്ന ഹൈദരാലി പോലുള്ള പല പ്രേക്ഷകരുണ്ട് ഇവിടെ കേരളത്തിൽ. ആ പ്രേക്ഷകരെല്ലാം തന്നെ ഒന്നേരംഗം പറയുന്നു. തീർച്ചയായിട്ടും ഞാനെടുക്കുന്ന എല്ലാം നല്ല ഏറ്റവും ക്വാളിഫൈഡ് സിനിമയാണെന്ന് അവകാശപ്പെടാൻ ഞാൻ ആളല്ല, ഒരിക്കലും ഞാൻ ആളല്ല. പക്ഷേ അതിലൊക്കെ ഞാൻ വൃത്തിയായിട്ടുള്ള സിനിമകൾ എടുത്തിരിക്കുന്നു. നഷ്ടങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ഇദ്ദേഹം ചെയ്യുന്ന മാതിരി ഒരുമാതിരി മറ്റേ എന്തെന്നാ പറയുക, അശ്ലീല രംഗങ്ങളും അശ്ലീല ഭാഷകളും അശ്ലീല മിമിക്രികളും ചെയ്ത് ജീവിക്കേണ്ട ഒരു ഗതികേട്ടിലേക്ക് ഞാൻ വന്നിട്ടില്ല. സിനിമയെ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. നഷ്ടങ്ങൾ വന്ന് എന്നാൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും മറ്റുള്ള സ്ത്രീകളുടെ മറ്റുള്ള ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടും സിനിമ എടുക്കാം, അങ്ങനെ കാശുണ്ടാക്കാം എന്ന് ഇദ്ദേഹം ചിന്തിക്കുന്ന മാതിരി ഞാൻ ചിന്തിക്കത്തില്ല. പിന്നെ ഞാനും അദ്ദേഹം തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പം അശ്വന്ത് ഗോക്കിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് മാച്ച് കളയലല്ല ശരി. അദ്ദേഹം ഈ സിനിമ കണ്ട് ഒരു വ്യക്തമായിട്ടുള്ള ഇതിടണം, മറ്റേ പോസ്റ്റ് ചെയ്യണം, റീപോസ്റ്റ് ചെയ്യണം. എനിക്ക് അബദ്ധം പറ്റി. ആ അബദ്ധം ഞാൻ ഇതിൽ കൂടെ എനിക്ക് ക്ഷമയും കാര്യമൊന്നും വേണ്ട, തിരുത്തി പറയുക, പറയിപ്പിക്കും. പാമ്പനെ കൊണ്ട് വിഷയം അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ സിനിമാ സുഹൃത്തുക്കളാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും അറിയാം, അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറയുന്നതിൽ കഥയുണ്ട്, ഞാൻ പറയുന്ന ചെയ്തിരിക്കുന്ന മനുഷ്യനാണ്. ജീവിതത്തിൽ അശ്വന്ത് ഗോക്ക് ഇട്ട റിവ്യൂ പിൻവലിച്ചിട്ടില്ല. ഈ അശ്വന്ത് ഗോക്കിന്റെ ജീവിതത്തിൽ ഇട്ട റിവ്യൂ പിൻവലിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്ന അശ്വന്ത് ഗോക്ക് ഇത് പിൻവലിക്കണമെങ്കിൽ അശ്വന്ത് ഗോക്കിന് തെറ്റുപറ്റിയത് തന്നെയാണ്. തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ പൊതുജനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഇവരുടെ ഫോളോവേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പം നിങ്ങൾ വളരെ മോശമാണ് പറഞ്ഞ സിനിമ ഞാൻ കണ്ടു, അങ്ങനെയല്ല, എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു, ഇത് മനോഹരമായ ഗാനങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം എവിടെ ഉണ്ടെന്ന് പബ്ലിഷ് ചെയ്യട്ടെ. നേരിട്ട് പോകാൻ തയ്യാറാണ്, നേരിട്ട് വന്ന് ഞാൻ പോയി സംസാരിക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ എൻ്റെ ക്ഷണം, ഞാൻ ചെറിയ ആളായതുകൊണ്ട് അദ്ദേഹം വലിയ പൊസിഷനിൽ കഴിയുന്ന ഒരാളായതുകൊണ്ടിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് വരാൻ മടിയുണ്ടാവും. ഞാൻ അങ്ങോട്ട് പോവാം, വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് ഞാനുണ്ട്, ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുണ്ട്, നിങ്ങൾ ഇവിടം വരെയും വരൂ എന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കട്ടെ. ഞാൻ പറയുന്നു, ഞാനിവിടെയുണ്ട്, എറണാകുളത്തുണ്ട്, എറണാകുളം സിറ്റിയുടെ നടുവിലുള്ള സ്ഥലത്താണ് എൻ്റെ ഓഫീസ്, അപ്പോൾ അവിടെ വരട്ടെ. അല്ലെങ്കിൽ ഞാനിത് അങ്ങേരുടെ അടുത്ത് പോണതിൽ എനിക്കൊരു മോശക്കേടും തോന്നുന്നില്ല. വലിയൊരു മഹാനെ കാണാൻ പോകുന്നതിന് ഞാനെന്തിനാ, രാഷ്ട്രപതി ഇവിടെ വരുമ്പോൾ ഒരു ഇൻവിറ്റേഷൻ എനിക്ക് തന്നെയാണെങ്കിൽ ഞാൻ പോകണം, അല്ലെങ്കിൽ രാഷ്ട്രപതി ഇവിടെ വരണമെന്ന് ഞാൻ പറയുമോ? അത് വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമല്ലേ ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ. ഞാൻ ഇന്ന് കമ്മീഷണറെ കാണും, ഇന്ന് മറ്റേ നമ്മളെ CMൻ്റെ ഓഫീസിൽ ശശി സാറിനെ ബന്ധപ്പെടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും ഞാൻ ചെയ്യും. അവരോടും പറയും, ഞാൻ എന്തെങ്കിലും വിധത്തിൽ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ധരിക്കരുതേ, ഇത് ഇൻഡസ്ട്രിയുടെ ശാപമായി മാറാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് നിങ്ങൾ കാണുക. സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാണ്, യാതൊരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. പലരും എന്നെ വിളിച്ചിരുന്നു, ഇത് അശ്വന്ത് ഗോക്കിൻ്റെ ഒരു റിവ്യൂ എന്തോ പിൻവലിക്കില്ല. എനിക്കറിയില്ല, ഞാൻ അദ്ദേഹം പിൻവലിച്ചാലും വേണ്ടിയില്ല പിൻവലിച്ചിലും വേണ്ടിയില്ല, തെറ്റ് പറ്റി എന്നുള്ളൊരു സമ്മതപത്രം അയാൾ ഈ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇടണം, യാതൊരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. അതുവരെ ഞാൻ ഫൈറ്റ് ചെയ്യും.
മനസ്സിലായോ? അപ്പം ചിലപ്പോൾ അയാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ പറയുമായിരിക്കും സിയാദ് കോക്കർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അങ്ങനെ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ സിയാദ് കോക്കർ നേരിട്ടേ ചെന്ന് ചെയ്യുള്ളൂ. അല്ലാതെ ഹെൽമെറ്റ് വെച്ചോ മുഖം മൂടിയോ ഒന്നും ഞാൻ ചെയ്യില്ല. യാതൊരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. ഇരുട്ടടി അടിക്കാനോ ഇതൊന്നും നമ്മുടെ ഭാഗമല്ല. നമുക്ക് ചെയ്യാനുള്ളത് നേരിട്ട് ചെയ്യുക. അതിന് പരിണത ഫലം എന്താണെന്ന് ഞാൻ അനുഭവിക്കാം. ബിക്കോസ് അത് സിനിമക്കൊരു പാഠമായിരിക്കും. തീർച്ചയായും അറ്റ്ലീസ്റ്റ് സിനിമാ ചരിത്രത്തിൽ ഇങ്ങനെ ഒരാൾ പോയി മറ്റേ ജയിലിൽ കിടന്നു അല്ലെങ്കിൽ തൂങ്ങി മരിച്ചു എന്നൊക്കെ പറയണത് അതൊരു നല്ല ഇതായിട്ടായിരിക്കും ഞാനത് ആക്സെപ്റ്റ് ചെയ്യണത്. തീർച്ചയായിട്ടും ശ്രീതൊക്കെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സംഘടനകളുണ്ടല്ലേ, നിർമ്മാതാക്കളുടെ സംഘടനയുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ സംഘടനയുണ്ട്, തിയേറ്റർ ഉടമകളുടെ സംഘടനയുണ്ട്, തൊഴിലാളി സംഘടനയുണ്ട്. ഈ സംഘടനകളെല്ലാം ഒത്തുനിന്നാൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാവുന്ന സംഭവമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ ഒത്തു നിൽക്കുന്നുണ്ട് എന്ന്, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്ന് സിയാദ് വിശ്വസിക്കുന്നുണ്ട്? ഒരുപക്ഷെ പലർക്കും ഇതൊരു പുതിയ തിരിച്ചറിവായിരിക്കാം. എന്നുവെച്ചാൽ ഈ സംഘടനകളിലെ ആൾക്കാരെല്ലാവരും തന്നെ എന്നെ വിളിച്ചിരുന്നു. എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതേ കാര്യം തന്നെയാണ്, എൻ്റെ വികാരം ഞാൻ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങളില്ലെങ്കിലും ഞാൻ ചെയ്യും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സംഘടനകൾ ഇല്ലെങ്കിലും എൻ്റെ ദേഹത്തോ എൻ്റെ കുടുംബത്തിൻ്റെ ദേഹത്തിലോ ഒരാൾ തൊട്ടാൽ എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഞാൻ നേരിട്ട് തന്നെ, ഞാൻ വ്യക്തമായിട്ടല്ലേ സംസാരിക്കുന്നത്, അല്ലാതെ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം ഇല്ല ഇതിൽ. തീർച്ചയായിട്ടും. അപ്പം ഇതിൽ ഞാനത് നേരിട്ട് തന്നെ ചെയ്യും. തുറന്നു പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം വേണമെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വധശ്രമത്തിന് ഇങ്ങനെ റിക്ലെയർ ചെയ്തിരിക്കുന്നു ഞാനെന്നും പറഞ്ഞ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യട്ടെ, എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, ഒരു പ്രശ്നമില്ല ആ കാര്യത്തിൽ. ഞാനത് നേരിട്ട് ചെന്ന് ആ സ്റ്റേഷനിൽ സറണ്ടർ ചെയ്ത്, പക്ഷേ സറണ്ടർ ചെയ്യുന്നതിന് മുമ്പ് ചില റിയാക്ഷൻസ് ഉണ്ടാവും. മനസ്സിലായ? രണ്ടും കൽപ്പിച്ചാണ്. തിങ്കളും ചൊവ്വയും ബുധനും ഈ ദിവസങ്ങളിൽ എൻ്റെ എല്ലാ ജീവിതത്തിലെ പ്രശ്നങ്ങളും മാറ്റിവെച്ച് ഇതൊന്നും ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം തുടങ്ങിയിരിക്കുന്നത്. 2 ദിവസം എടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളീനെ ട്രേസ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു ദിവസത്തെ സമയം വേണ്ടി വന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ വേറെ ബോട്ട്സ് അറിയണമായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പുള്ളിയില്ല. പുള്ളി വിവിധ ലോഡ്ജുകളിലോ റൂമുകളിലോ അല്ലെങ്കിൽ കാറിലോ ഇരുന്നിട്ടാണ് റിവ്യൂ ചെയ്തത്. റിവ്യൂ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, സിനിമ റിവ്യൂ അല്ല, റിവ്യൂ അല്ല ഞാൻ പറഞ്ഞ ഒരു കുടുംബത്തിനെ ഇല്ലാതാക്കുക, അതാ സിനിമയെ ഇല്ലാതാക്കുന്ന വിധത്തിലാണ്. അതാണ് റിവ്യൂ. ടി.പി. ശാസ്ത്രമംഗലവും അതേമാതിരി തന്നെ കാക്കനാടിനും ഒക്കെ എഴുതിയിരുന്ന റിവ്യൂസ് വായിച്ച് വളർന്നവരാണ് ഞങ്ങൾ. എത്ര മാനമായിരുന്നു. കുറ്റം കുറ്റമായിട്ട് പറയും, സാഹിത്യം സാഹിത്യമാണെന്ന് പറയും, അല്ലെങ്കിൽ അല്ല എന്ന് പറയും, വരികളുടെ അർത്ഥങ്ങൾ പറയും. അത് നിങ്ങളുടെ ഈ മറ്റേ ഗിരീഷ് പുത്തഞ്ചേരി ആണെങ്കിലും കൈതപ്പുറം ദാമോദരൻ നമ്പൂരി ആണെങ്കിലും ഏത് പഴയകാല മറ്റേ ലിറിസിസ്റ്റ് ആണെങ്കിലും അദ്ദേഹം അതിലുപയോഗിക്കുന്ന പദങ്ങളെ വരെ വെച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടറിയാം സിനിമ, ഇവൻ എന്തറിയാം? അതല്ലേ ഞാൻ പറഞ്ഞു, എന്നെ വന്ന് പഠിപ്പിക്കാൻ. ഇവൻ എന്തറിയാമെന്നുള്ളത് എന്നെ വന്ന് പഠിപ്പിക്കട്ടെ, ഞാൻ മറ്റുള്ളവർക്ക് പകരാം. ഇയാൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന സിനിമയുടെ എല്ലാ പ്രൊഡ്യൂസേഴ്സിനെയും ഞാൻ വിളിച്ചു വരുത്താം. എന്നിട്ട് പറയാം, ഇങ്ങനെയല്ല നിങ്ങൾ സിനിമ ചെയ്യേണ്ടത്, ഞാൻ വരെയും തിരുത്തപ്പെട്ടിരിക്കുന്നു. ഈ ചിലവരില്ലേ, ഒരു പോർഷൻ കഴിയുമ്പോഴത്തേക്കും മതം മാറുക എന്ന് പറയുന്ന ജീവിതം ഉണ്ടല്ലോ ഇപ്പം, അതൊരു ഫാഷനാണ്. ഞാൻ ഇതുവരെയും ഇസ്ലാമായിരുന്നു, നാളെ തൊട്ട് ക്രിസ്ത്യാനിയാണ് എന്ന് പറയണ മാതിരി എൻ്റെ ധാരണകൾ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അപ്പം സിനിമ അത് ഇതുവരെ ഉള്ള ആൾക്കാരെ മുഴുവനും ഞാൻ വിളിച്ചു വരുത്തി, എൻ്റെ ചെലവിൽ വിളിച്ചു വരുത്തി. അത് സംഘടനാ തലത്തിലല്ല, എൻ്റെ പേഴ്സണൽ ലെവലിൽ ഞാൻ വിളിച്ചു വരുത്തി. നിങ്ങൾക്കൊക്കെ അബദ്ധം പറ്റിയിരിക്കുന്നു, ഞാനടക്കം. അശ്വന്ത് ഗോക്ക് പറയുന്ന പാഠം ഇതാണ് എന്ന് പറഞ്ഞാൽ അവരെ തിരുത്തിയിട്ട് അവരെ ഇനിയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ. അതെ അതെ, എനിക്കും രക്ഷപ്പെടാം, കൂട്ടത്തിൽ എൻ്റെ മകൾക്ക് രക്ഷപ്പെടാം. ഇത് മാരിവില്ലിൻ ഗോപുരങ്ങൾ ഒരു അവസാന സിനിമയല്ല കോക്കേഴ്സ് ഫിലിമിൻസിൻ്റെ, കോക്കേഴ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ലാസ്റ്റ് സിനിമയല്ല. തീർച്ചയായിട്ടും ഈ കൊല്ലം തന്നെ ഒരു പടം വേറെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വെബ് സീരിയൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ആംഗിളിൽ ചിന്തിക്കുന്നവരുടെ എൻ്റെ മകളിലേക്ക് ഇത് എന്താണ് പകരാൻ ശ്രമിക്കുന്നത് അത് പൂർത്തീകരിച്ചിരിക്കും. നല്ല സിനിമകളുണ്ടാവും,
കളക്റ്റീവ് സിനിമകളായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരുത്തനൊന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്മാറുന്ന ആളല്ല. തീർച്ചയായിട്ടും പിന്മാറുന്നതാണല്ല. എനിക്ക് ആ സിനിമയിലെ അവൻ്റെ റിവ്യൂ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും പോയി തല്ല് കൊടുക്കണമെന്ന് തോന്നിയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. കാരണം അതിൽ പറഞ്ഞ വാക്കുകൾ, അതിൽ ഓരോ ആളുകളെ നാഷണൽ അവാർഡ് വിന്നറായ നായികയെക്കുറിച്ച് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ മ്യൂസിക്കിനെ കുറിച്ച് പറയുന്നത്, ഇന്ദ്രജിത്തിനെ പറയുന്നത്, അതിൽ ഓരോ ആക്ടറെയും കുറിച്ച് പറയുന്നത് വളരെ മോശമായിട്ടാണ്. ഞാൻ എത്ര അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാലും ഇനി ഈ കോക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പം വളരെയധികം എന്തെന്ന് കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എനിക്കുകൊണ്ട് വേറൊരു ഫേസ്, എൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ ആ ഫേസിൽ കൂടെ കടന്നു വന്നവനാണ് ഞാൻ. അപ്പോൾ എനിക്കും അറിയാം ഇവനെ സ്വാധീനിക്കുന്നുണ്ടോ ചില നിർമ്മാതാക്കൾ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ലാതെ ഈ വിവരക്കേടുള്ള എല്ലാവരും പെർഫെക്റ്റ് അല്ല, ആരും പെർഫെക്റ്റ് അല്ല ഈ ലോകത്ത്. പക്ഷേ ഇവരെ പ്രൊമോട്ട് ചെയ്യേണ്ടത് അവരവരുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു റൈവൽറി ബിസിനസ്സിലാകുമ്പോൾ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവും, റൈവൽറി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇങ്ങനെ തുറന്നു പറയുന്ന എന്നെപ്പോലുള്ള എനിക്ക് വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്നുവെച്ചാൽ ഞാൻ തുറന്നു പറയും. അത് സംഘടനയ്ക്ക് വേണ്ടിയും സംഘടന ഉള്ളിൽ നിന്നിട്ട് സംഘടന നേതാക്കൾ തന്നെ വിമർശിക്കും. അത് അവരുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്. അതിനുള്ള ആണത്തം കാണിക്കണം. എൻ്റെ പോയിന്റ് അതാണ്. അശ്വന്ത് കോക്കിന് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ സിനിമ കണ്ടതിന് ശേഷം സിനിമയിൽ ഇന്ന പാളിച്ചകളുണ്ട് എന്ന് പറയാം. അല്ലാതെ അതിലെ എല്ലാ ആർട്ടിസ്റ്റും ഒരുമാതിരി തീർച്ചയാണ് അത് ശരിയല്ല, ഒരു കാര്യമല്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയാം. എല്ലാവരും അതാണല്ലോ റിവ്യൂ. അതാണ് റിവ്യൂ. വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലേക്ക് പോയാൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിന് ഏതറ്റം വരെ പോകാനും സിയാദ് കോക്കർ എന്ന പ്രൊഡ്യൂസർ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അശ്വന്ത് കോക്കിനെ വെല്ലുവിളിക്കുക, ഞാൻ ഇവിടെ ഉണ്ട് വരാം, അല്ലെങ്കിൽ നീ എവിടെയുണ്ട് അവിടെ വരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അശ്വന്ത് കോക്ക് നിനക്കൊരു പാഠമായിരിക്കും. ഇത് തുറന്ന് ചങ്കൂറ്റോട്ട് പറയാൻ എനിക്കും കഴിയും. പിന്നെ അശ്വന്ത് കോക്കിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്ന കമൻ്റ് തൊഴിലാളികൾ ഒരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾ സിനിമ കണ്ടിട്ട് കമൻ്റ് ഇടൂ. അശ്വന്ത് കോക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന അവൻ്റെ എന്തെങ്കിലും വാങ്ങി തിന്നുന്ന കമൻ്റ് തൊഴിലാളികൾ ഉണ്ടെങ്കിൽ എനിക്കെതിരെ നിങ്ങൾ കമൻ്റ് ഇടുന്ന പറയാം, വെല്ലുവിളിക്കാണ്. നേരിട്ട് വാ. ഹൈദർ അലിയും വെല്ലുവിളിക്കുന്നു, നേരിട്ട് വാ, ഞാൻ കൊച്ചിയിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളെ കറക്റ്റ് അഡ്രസ്സ് എനിക്കുതാ, ഞാൻ അവിടെ വരാം. ഞാനും വെല്ലുവിളിക്കുവാണ് ഇവരെ. കാരണം സിനിമയാണ് ഇല്ലാതാക്കുന്നവർ. തീർച്ചയായിട്ടും അത് യാതൊരു, ഞാൻ പറഞ്ഞേ, ഞാനിത് ഒരു ഇതായിട്ടല്ല, ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രസിദ്ധി നേടേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തന്നുകൊണ്ട് മനസ്സിലായി, എനിക്കുള്ള പ്രസിദ്ധി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ പ്രസിദ്ധി ഒന്നും കൂടെ വലുതാക്കാനും വേണ്ടിയല്ല ഞാൻ ഇൻ്റർവ്യൂ തന്നത്. തീർച്ചയായിട്ടും ഒരിക്കലും അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ ഇപ്പം പല മീഡിയാസിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു ഒരു വലിയ പത്രസമ്മേളനം നടത്താനും കാര്യങ്ങളൊക്കെ. എനിക്കതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യം തന്നെ എനിക്കില്ല. ബിക്കോസ് പത്രസമ്മേളനം നടത്തിയിട്ട് എനിക്കെന്താ എഫക്റ്റ്? പബ്ലിക്കായിട്ട് കുറേ തെറി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? എന്തുകൊണ്ട് ഹൈദരാലി? അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഹൈദരാലിക്ക് ഇങ്ങനെ ഒരു മുഖാമുഖം തരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തിരിച്ചറിവുള്ളതുകൊണ്ട് കേട്ടോ. എനിക്ക് വളരെയധികം തിരിച്ചറിവുണ്ട്. എൻ്റെ തളർച്ചയിലും വളർച്ചയിലും എല്ലാം എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി വല്ല ഗോസിപ്പ് ഉണ്ടാക്കലല്ല, സത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, സിനിമയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഇന്ന് ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. തീർച്ചയായിട്ടും. അല്ലാതെ സിനിമയ്ക്കെതിരായിട്ട് പറയണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ ചെയ്യണ എല്ലാ വൃത്തികേടുകളും അത് പൊലിപ്പിച്ച് കാണിക്കണം എന്നുള്ള ഒരു ആശയമുള്ള മനുഷ്യനല്ല നിങ്ങൾ എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഇപ്പോൾ തരാൻ തയ്യാറായത്. ഞാൻ പോരാടിയതാണ് സിയാദക്ക ഈ വിഷയത്തിൽ. സിനിമയെ ഇല്ലാതാക്കുന്നത് ഇവനെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ്. നിങ്ങൾ പറയുന്ന പോരാട്ടമല്ല. ആ പോരാട്ടത്തിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയിട്ട പേര് വരെ മാറ്റിയിട്ട, ഞാൻ പറയുന്നില്ല, മാറ്റിയിട്ടവനാണ് ഇവൻ. അതിനെതിരെ പോരാടിയപ്പോൾ പല ആളുകളും എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ പല നിർമ്മാതാക്കളും പിന്മാറിയ ചരിത്രമുണ്ട്. അതായത് നിങ്ങളൊരു കാര്യം പറയണം, പോരാടേണ്ട വിധത്തിൽ പോരാടണം. അതാണ് ഞാൻ. അതെ, മനസ്സിലായ ചങ്കൂറ്റത്തോടുകൂടി തന്നെ പറയുന്നു, നിങ്ങളൊന്നും പോരാടിയത് നിങ്ങളുടെ ഭാഷത്തിലുള്ള കാര്യങ്ങളാണ്, നിങ്ങളുടെ ബോധമനസ്സിൽ വരുന്ന കാര്യത്തിൽ കൂടി നിങ്ങൾ ഇത് ചെയ്തേക്കണത്, പോരാടിയേക്കണത്. ഞാൻ പോരാടണം അങ്ങനെയല്ല.
ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പോരാടുന്നത് നിങ്ങൾ ആരും ചെയ്യുന്ന പ്രവൃത്തി കൂടെയല്ല. അത് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ കാര്യത്തിൽ. അതില്ലാതെ വെറുതെ ഇരുന്ന് വീമ്പ് വാക്ക് പറയുക കാര്യങ്ങൾ എന്നെ അറിയാവുന്നവർക്ക് അറിയാതെ എങ്ങനെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും പല മീറ്റിങ്ങുകളിലും താങ്കൾ പൊട്ടിത്തെറിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. ഞാൻ പറഞ്ഞത് എനിക്ക് പ്രശസ്തിയുടെ ആവശ്യമില്ല. ഇനി ദൈവം എന്നെ ഇവിടം വരെ വളർത്തി ഈ ആവശ്യത്തിലുള്ള പ്രശസ്തി തന്നിട്ടുണ്ട്. കുപ്രസിദ്ധിയാണെങ്കിലും നല്ല പ്രസിദ്ധിയാണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കെന്താ? അത് കാരണം വേറൊരു കാര്യം മനസ്സിലാക്കണം. ഈ അശ്വന്ത് ഘോഷ് എന്ന് പറയുന്ന കോക്കിനൊരർത്ഥമുണ്ട്, ഇംഗ്ലീഷിലൊരു അർത്ഥമുണ്ട്. അതാണ് അയാൾ. തീർച്ചയായിട്ടും മനസ്സിലായ? തീർച്ചയായിട്ടും. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു, ഈ അശ്വന്ത് ഘോഷ് എന്ന് പറഞ്ഞ മഹാന് എൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും വരാം. അല്ലെങ്കിൽ അദ്ദേഹം ഉള്ള സ്ഥലത്തേക്ക് ഞാൻ പോകാൻ തയ്യാറാണ്. എന്നെ സിനിമ പഠിപ്പിക്കൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ പഠിപ്പിക്കും. ഇത്രേ എനിക്കുള്ളൂ, വേറെ ഒന്നുമില്ല. സിമ്പിൾ. കൃത്യമായിട്ടും ഒന്നിലെ സിയാദ് ഖോക്കറിന് സിനിമ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അശ്വന്ത് ഘോഷിന് സിനിമ പഠിപ്പിക്കും. ഇദ്ദേഹത്തെ വെച്ച് പല ആളുകളും പല ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ടെങ്കിൽ അവരും ചിന്തിക്കുക, സിനിമാ വ്യവസായത്തെ തകർക്കുന്നവനെ വെച്ച് ഇൻ്റർവ്യൂ എടുക്കുമ്പോഴും അവനെ വിളിച്ച് ചർച്ച നടത്തുമ്പോഴും ഇല്ലാതാകുന്ന ഒരു വ്യവസായത്തെയാണ്, അവനെ വളർത്തുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും മാരിവില്ലിൻ ഗോപുരം എന്ന സിനിമ നല്ല സിനിമയായിട്ട് തിയേറ്ററിൽ ഓടുന്നുണ്ട്. അത് പ്രേക്ഷകർ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. കണ്ടിട്ട് ഇപ്പോൾ സിയാദ് ഖോക്കർ ഇവിടെ ഇരുന്ന് പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ പിന്തുണയ്ക്കുക. എന്നല്ലാതെ അശ്വന്ത് ഘോഷിന്റെ വാക്ക് കേട്ട് സിനിമയ്ക്ക് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അശ്വന്ത് ഘോഷ് ഈ റിവ്യൂ പിൻവലിച്ചതെന്ന് സത്യസന്ധമായിട്ട് എനിക്ക് പറയാൻ കഴിയും. ഭീഷണിയുടെ സ്വരമെങ്കിൽ ഭീഷണിയുടെ സ്വരം എന്ന് ആവർത്തിച്ച് പറയുന്നു. എന്തിനും തയ്യാറായിട്ടിരിക്കുന്ന സിയാദ് ഖോക്കറിനെ പോലെ ഈ പ്രൊഡ്യൂസറിനെതിരെ വിരൽ ചൂണ്ടിയാൽ ആ വിരൽ എന്താവും എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംഘടനകൾ എല്ലാവരും ഇതിനൊപ്പം നിന്ന് അദ്ദേഹത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇദ്ദേഹത്തിന് പിന്തുണയ്ക്കണമെന്നും ഞാൻ ഒരു സിനിമ പ്രേമി എന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വരും ദിവസങ്ങൾ ഇത് തീരുന്നില്ല. ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെ സിയാദ് ഖോക്കറും സംഘടനകളും തയ്യാറാവും. അതോടൊപ്പം തന്നെ ഞാൻ ഉൾക്കൊള്ളുന്ന മൂവികൾ മീഡിയയും ഉണ്ടാകുമെന്ന് താങ്കൾക്ക് ഉറപ്പ് നൽകുകയാണ്. താങ്ക് യു വെരി മച്ച്. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.